പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ കുറച്ച് ബുക്ക് പേപ്പറാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പശയാണ്. അപ്പോൾ അതിനുവേണ്ടി ഫെവിക്കോളും വെള്ളവും കൂടെ കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബലൂണ് വേണ്ടി വരും. അപ്പം ബലൂണ് നല്ലവണ്ണം ഊതി വീർപ്പിച്ചിട്ട് നമുക്ക് വേണ്ടൊരു സൈസിന് ഊതി വീർപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ആ പേപ്പർ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന പശയിൽ നല്ലവണ്ണം മുക്കിയിട്ട് ആ ബലൂണിൻ്റെ പുറത്ത് നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കണക്ക് ഒരു ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കണക്ക് ഏകദേശം ഒരു 8 ലെയറെങ്കിലും നമ്മൾ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 8 ലെയർ ഒട്ടിച്ചിട്ട് അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്കതിനെ കറക്റ്റ് ഒരു സെൻറ്റർ ഭാഗം ഇച്ചിരി കൂട്ടി കട്ട് ചെയ്തെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടത് കനം കുറഞ്ഞ ചെറിയ കമ്പിയാണ്. അപ്പോൾ അത് ഒരു 3 കമ്പി നമുക്ക് വേണം. നമുക്ക് റോപ്പ് കെട്ടാൻ വേണ്ടിയാണ് ഹാങ്ങിങ്ങിൻ്റെ. അപ്പോൾ അത് നമ്മൾ വീഡിയോ കാണുന്ന കണക്ക് തന്നെ ആ 3 കമ്പിയും വളച്ച് നമ്മൾ പേപ്പർ മോൾഡിൻ്റെ അകത്തുനിന്ന് വെളിയിലോട്ട് തള്ളി വയ്ക്കുക. പിന്നെ വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾഡിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് ഒരു 8 ലെയർ ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് നമുക്ക് ആവശ്യമുള്ളൊരു കട്ടി കിട്ടും. ഒരു നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഓരോ അരമണിക്കൂർ കഴിയപ്പോഴും പെട്ടെന്ന് ഉണങ്ങി സെറ്റാവും. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഒരു 8 ലെയർ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കട്ടി കൂട്ടിയെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ഒരുപാട് ഉണങ്ങാൻ വയ്ക്കരുത്, ഒരു 15 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തുള്ള പേപ്പറെല്ലാം ഇളക്കി മാറ്റാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളവും 80-ൻ്റെ സാൻഡ് പേപ്പറുമാണ്. അപ്പോൾ പേപ്പറെല്ലാം ഇളക്കി കളഞ്ഞിട്ട് 80-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തുള്ള തടുപ്പെല്ലാം നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുക. അപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് ആ തടുപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുക്കാനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉള്ള ഡിസൈനൊക്കെ കൊടുക്കാം. അപ്പോൾ അതിന് ഒരു പാത്രം വെച്ച് അതിൻ്റെ അടി സൈഡിൽ നിന്ന് നമുക്ക് വേണ്ട ഒരളവിന് ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി സൈഡ് കുറച്ച് തടിയുടെ ഷേപ്പിൽ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഭംഗി കൂട്ടിയെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്തെടുക്കുക. അപ്പോൾ ഇത് കണക്ക് ചെറിയ ആണിയോ അല്ലെങ്കിൽ മുറിച്ചുള്ള കമ്പിയോ എന്തെങ്കിലും കൊണ്ട് നല്ലോണം വരച്ചു കൊടുത്ത് കറക്റ്റ് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുക. ആ ഹോളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ വരച്ചിരിക്കുന്ന ആ വരവൊന്ന് കുഴിച്ചൊന്ന് വരച്ചെടുക്കുക. അതിന് 80-ൻ്റെ സാൻഡ് പേപ്പർ മടക്കി നല്ലവണ്ണം അകത്തോട്ട് പേപ്പർ ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ കുഴിവ് നല്ലവണ്ണം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ കമ്പിയും കൂടെ ഒന്ന് മറച്ച് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ കുറേശ്ശെ ഉണങ്ങുന്നതിനനുസരിച്ച് അതും കൂടെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം പേപ്പർ 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തും കൂടെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ പേപ്പർ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കാൻ എടുത്തിരിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പം ആക്രിലിക്കിൻ്റെ ടെറാക്കോട്ടയാണ് ഫസ്റ്റിൽ ഞാൻ ഇവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആക്രിലിക്കിൻ്റെ അതിൻ്റെ അടി സൈഡിൽ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് ഒരു കോട്ട് കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ റെഡും ബാൻസീനയും കൂടെ ഒരു തുല്യ അളവിൽ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ആ ബ്ലാക്കിൻ്റെ മുകളിൽ ഭാഗത്തൂടെ നമുക്ക് ഓട്ടിച്ച് ഒന്ന് ബ്രഷ് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ അത് നല്ല നിറച്ച് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അതെല്ലാം കൊടുത്തിട്ട് അടുത്ത് നമുക്ക് വേണ്ടത് ഹാങ്ങിങ്ങിൻ്റെ ഒരു റൗണ്ട് റിങ്ങാണ്. അത് കഴിഞ്ഞ് റോപ്പും. അപ്പോൾ റോപ്പ് നമ്മുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള റോപ്പായിരുന്നാലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റോപ്പ് ചുറ്റിയെടുക്കാൻ പറ്റും. ഒരു തല ഒരു
റൗണ്ടിനകത്തൂടെ കയറ്റിയിട്ട് അതിനെ മടക്കി പിടിച്ച് നമുക്കതിൻ്റെ കറക്റ്റ് എത്ര പൊക്കം വേണോ ആ ഒരു പൊക്കത്തിനനുസരിച്ച് ആ 3 ഇറങ്ങിക്കൂടെ കയറ്റിയെടുക്കുക. എന്നിട്ട് അത് ബാക്കി വരുന്നതിനെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഫസ്റ്റിൽ ചുറ്റി മുകളിലോട്ട് വെച്ചേക്കുന്ന അവിടെ വന്ന് അതിനെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ആ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ നൂൽ കമ്പിയോ മറ്റെന്തെങ്കിലും കൊണ്ട് ആ 2 ജോയിൻറ്റും ഒന്ന് ചേർത്ത് വെച്ചിട്ട് കെട്ടുകമ്പിയോ എന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം ചുറ്റി കെട്ടുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തൂടെ മാസ്കിൻ ടേപ്പും അല്ലെങ്കിൽ സാധാ സെലോ ടേപ്പും കൂടെ നല്ലവണ്ണം ചുറ്റി കൊടുക്കാൻ നേരത്ത് നല്ല ബലത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.